അറ്റം കാണാത്ത തണുത്തുറഞ്ഞ കരിമ്പാറക്കെട്ടുകൾ. ജീവിക്കുക എന്നുള്ളത് തന്നെ വലിയൊരു പോരാട്ടമായ ഹിമാലയൻ മലനിരകളുടെ ചെങ്കുത്തായ പ്രദേശങ്ങൾ. അവിടെ മറഞ്ഞിരിക്കുന്ന അല്പമെങ്കിലും വിഷപ്പടക്കാവുന്ന പുൽത്തകിടികളും കുറ്റിച്ചെടികളും ഇരതേടി ചെറിയൊരാട്ടിൻപറ്റം. പാറക്കൂട്ടങ്ങൾക്കിടയിൽ ഒരു നിഴലടക്കം. മഞ്ഞുമലകളുടെ സ്വന്തം കരുത്തായ ഹിമപ്പുലി. ശരീരത്തിന്റെ നിറം കൊണ്ടവൻ പൂർണ്ണമായി പ്രകൃതിയിൽ അലിഞ്ഞിരിക്കുന്നു. സാഹസികനായ ഒരു വേട്ടക്കാരൻ മുന്നോട്ട് നീങ്ങുന്നു, പക്ഷേ തക്കം പാർത്ത് ഓരോ അടിയും ശ്രദ്ധിച്ചു മാത്രം. പാറക്കല്ലുകൾ ഇളകുന്ന ചെറിയൊരു ശബ്ദം. ആടുകൾ അപകടം മണത്തറിഞ്ഞു. പ്രാണരക്ഷാർത്ഥം ചെങ്കുത്തായ പാറമുകളിലേക്ക്. ഹിമപ്പുലിയുടെ മിന്നലാക്രമണം. പ്രകൃതി ഇത്തവണ പുലിക്കൊപ്പമായിരുന്നില്ല. തണുത്തുറഞ്ഞ പാറകളിൽ തട്ടി പിടിവിട്ട് വഴുതി താഴേക്ക് വീണുപോയി. ആദ്യ ശ്രമം പരാജയപ്പെട്ടിരിക്കുന്നു. തോറ്റുകൊടുക്കാൻ ഹിമപ്പുലിക്ക് കഴിയില്ല. ഓരോ പേശികളിലും തലമുറകളുടെ വേട്ടയാടൽ അനുഭവം പേറുന്നവനാണവൻ. വീണ്ടും പുതിയൊരു പാത തിരയുന്നു. വിശപ്പടക്കാൻ കഷ്ടപ്പെട്ടേ മതിയാകൂ. ഒരു പാതയും സുരക്ഷിതമല്ല. ചെറിയൊരബദ്ധം മരണത്തിലേക്ക് നയിക്കാം. ചിന്തിക്കാൻ പോലും കഴിയാത്ത പാറയുടെ ചെങ്കുത്തായ വശങ്ങളിൽ കാറ്റിന്റെ ശക്തിയും പ്രതിരോധിച്ച് ആടുകൾ ഒട്ടി നിൽക്കുന്നു. ഹിമപ്പുലി വീണ്ടും പാത നിരീക്ഷിക്കുന്നു. താഴേക്കും മുകളിലേക്കും നോക്കി വീഴ്ചയുടെ ആഴവും ഇരയിലേക്കുള്ള ദൂരവും അളക്കുന്നു. ലക്ഷ്യസ്ഥാനത്തിനു തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. ഒറ്റച്ചാട്ടം. പക്ഷെ അയ്യോ, വഴുതിപ്പോയി, പിഴച്ചു. പാറക്കഷ്ണങ്ങളോട് ചേർന്ന് അടർന്ന് പുലിയും താഴേക്ക് പതിച്ചിരിക്കുന്നു. പാറകളിൽ തട്ടിയുണ്ടായ മുറിവുകളും കഠിനമായ വേദനയും അവനെ തളർത്തുന്നുണ്ട്. പക്ഷേ അവന്റെ കണ്ണുകളിൽ നിരാശയല്ല, നിശ്ചയദാർഢ്യമാണ്. ഏതൊരു സാധാരണ ജീവിയും ഈ ഘട്ടത്തിൽ പിന്തിരിഞ്ഞേക്കാം. പക്ഷേ നിരാശയുടെ ഒരംശം പോലും ആ കനൽ കണ്ണുകളിൽ ഇല്ല. അവന്റെ രക്തത്തിൽ അതിജീവനത്തിന്റെ തീയാണ്. മൂന്നാമത്തെ ശ്രമം. ചെങ്കുത്തായ പാറയിടുക്കുകൾ. പാറകൾക്കിടയിൽ വീണാൽ മരണമുറപ്പ്. നഖങ്ങൾ പാറകളിൽ അള്ളിപ്പിടിച്ച് കൊടുമുടിക്കൊപ്പം കുതിച്ചു മുകളിലേക്ക്. ലക്ഷ്യസ്ഥാനത്തിന് തൊട്ടടുത്തെത്തിക്കഴിഞ്ഞു. പിൻകാലുകൾ സർവശക്തിയും സംഭരിച്ച് വില്ലുപോലെ വളഞ്ഞ്, രണ്ടു പരാജയങ്ങളിലും തളർത്താനാകാത്ത വീര്യം പോലെ അവൻ ഇരയുടെ തൊട്ടടുത്ത്. എങ്കിലും മുന്നോട്ട് വയ്ക്കുന്ന ഓരോ ചുവടും മരണത്തിന്റെ വക്കിലേക്കാണോ? പാറക്കഷ്ണങ്ങൾ ഇടിഞ്ഞു തെന്നി താഴേക്ക് വഴുതുന്നു. മരണത്തെ മുന്നിൽ കണ്ട് വിശപ്പിന്റെ വിളി കാതോർത്തും ഇരയ്ക്ക് മുകളിലേക്ക് കണ്ണുകൾ ഉറപ്പിച്ച് ഒരു ചാട്ടം. അതാ വീണ്ടും ശാട്ടം പിടിച്ചിരിക്കുന്നു. സർവശക്തിയും എടുത്ത് വായുവിൽ ഉയർന്നു പൊങ്ങിയെങ്കിലും ലക്ഷ്യം പിഴച്ചുപോയി. ജീവനുള്ള ഒരു വലിയ കല്ല് താഴേക്ക് പതിക്കുന്നത് പോലെ ആഴങ്ങളിലേക്ക് വീണു. ശ്വാസം നിലയ്ക്കുന്നതുവരെ വേട്ടക്കാരന്റെ കഥ അവസാനിക്കുന്നില്ല. പോരാട്ടവും